ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ബെഞ്ച്മാർക്ക് സൂചികകൾ ഹൈലി വോളറ്റൈലായ സെഷന് സാക്ഷ്യം വഹിച്ച വാരമാണ് കടന്നുപോയത്. ഗ്ലോബൽ അൺസർട്ടനിറ്റീസ്, US-India ട്രേഡ് റിലേഷൻസ് എന്നിവയുൾപ്പെടെയുള്ള ആഗോള അനിശ്ചിതത്വങ്ങളാണ് വിപണിയുടെ സമീപകാല ഫ്ലക്ച്വേഷന് കാരണമായത്. ഒരു ചോപ്പി ട്രേഡിംഗ് സെഷൻ നടന്ന വാരത്തിൽ വീക്ക്ലി പെർഫോമൻസിൽ നിഫ്റ്റി 50 0.67% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി വളരെ മാർജിനലായി ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടറൽ സൂചികകളിൽ 2.5% മുന്നേറ്റം നടത്തിക്കൊണ്ട് റിയൽറ്റി മേഖലയാണ് ഏറ്റവും മുന്നിട്ട് നിന്നത്. 1.12% നേട്ടം PSU ബാങ്ക് സൂചികയും രേഖപ്പെടുത്തി. 1.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് IT സൂചികയിലാണ് ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവപ്പെട്ടത്. കൂടാതെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലും 1% കൂടുതൽ ഇടിവ് കണ്ടു. വീണ്ടും ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളിൽ ആടിയുലഞ്ഞ US സൂചികകളെയായിരുന്നു പോയ വാരം കണ്ടത്. മൂഡീസ് US-ന്റെ റേറ്റിംഗ് കുറച്ചതും ട്രംപ് നികുതി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബജറ്റ് ബിൽ സമർപ്പിച്ചതും ഒപ്പം അപ്രതീക്ഷിതമായി യൂറോപ്യൻ ഗുഡ്സിന് 50% താരിഫ് ചുമത്തുമെന്ന പ്രഖ്യാപനവുമെല്ലാം നിക്ഷേപകരെ ഒരു പാനിക് സെല്ലിംഗിലേക്ക് തള്ളിവിട്ടു. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് 2.47% നഷ്ടവും നാസ്ഡക് 100 2.37% നഷ്ടവുമാണ് റിപ്പോർട്ട് ചെയ്തത്. S&P 500 സൂചിക 2.67% ഇടിവിലും ട്രേഡിംഗ് അവസാനിപ്പിച്ചു. 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള ഒരാഴ്ചയിലേക്കാണ് US വിപണികൾ കടക്കുന്നത്. എങ്കിലും മെയ് 25 നടക്കുന്ന ജെറോം പവലിന്റെ പ്രസ്താവന ആദ്യ ട്രേഡിംഗ് ദിവസത്തിൽ വിപണികൾക്ക് നിർണായകമാകും. പ്രത്യേകിച്ച് സർക്കാരിന്റെ കടം കുത്തനെ കൂടുമെന്ന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ. തുടർന്ന് മെയ് 27 ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ, കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ കണക്കുകൾ എത്തും. ഏപ്രിൽ മാസത്തെ ഡാറ്റയാണിത്. നിർമ്മാണ മേഖലയുടെ പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. ഒപ്പം അന്ന് തന്നെ എത്തുന്ന CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ചേക്കാം. തുടർന്ന് മെയ് 28 FOMC മീറ്റിംഗ് മിനിറ്റ്സ് പബ്ലിഷ് ചെയ്യും. ധനനയത്തെക്കുറിച്ചുള്ള FOMCയുടെ നിലപാടുകളുടെ ഇൻസൈറ്റ് വ്യൂ മിനിറ്റ്സിൽ ലഭിക്കും. അതിനാൽ ഭാവിയിലെ പലിശ നിരക്ക് തീരുമാനങ്ങളെക്കുറിച്ച് സൂചനകൾ ഈ മിനിറ്റ്സിൽ നിന്നും ലഭ്യമാകും. ഇത് നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. മെയ് 29 അമേരിക്കയുടെ ഒന്നാം പാദ GDP എസ്റ്റിമേറ്റ് പുറത്തുവിടും. ട്രംപിന്റെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ അമേരിക്കയെ എങ്ങനെ ബാധിച്ചുവെന്ന് ഈ ഡാറ്റയിലൂടെ വിലയിരുത്താം. -0.3% GDP എസ്റ്റിമേറ്റ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പതിവ് പോലെ അന്ന് തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും നിക്ഷേപകർക്ക് ലഭ്യമാകും. മെയ് 30 ധനനയ യോഗ തീരുമാനങ്ങൾക്ക് ഫെഡ് ഏറ്റവും അധികം ആശ്രയിക്കുന്ന കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തുവരും. ട്രംപിന്റെ താരിഫ് നയങ്ങൾ വിലക്കയറ്റത്തിലേക്ക് നയിച്ചോ എന്ന് ഈ ഡാറ്റയിലൂടെ വ്യക്തമാകും. താരിഫിനെ ആയുധമാക്കി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപനങ്ങൾ ആഗോള വിപണികളിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുകയാണ്, പ്രത്യേകിച്ചും യൂറോപ്യൻ വിപണികളിൽ. ജൂൺ 1 മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മേൽ 50% താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വാരാന്ത്യത്തിൽ യൂറോപ്യൻ സൂചികകളെ കനത്ത വിൽപ്പനാ സമ്മർദ്ദത്തിലേക്കാണ് നയിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡാക്സ് 0.58% നഷ്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ CAC 40 1.93% ഇടിവിലും ട്രേഡിംഗ് അവസാനിപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത ബ്രിട്ടീഷ് വിപണി റെസിലിയൻസ് പ്രകടിപ്പിച്ചു. FTSE 100ന്റെ നേട്ടമാകട്ടെ 0.45%. മെയ് 26 ബ്രിട്ടീഷ് വിപണികൾ അവധിയിലായിരിക്കും. അന്ന് തന്നെ വരുന്ന ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവന സൂചികകൾക്ക് നിർണായകമാകും. ട്രംപ് പുതിയ താരിഫ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ ECBയുടെ മുൻപോട്ടുള്ള നടപടികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ എന്ന് വിപണി സസൂക്ഷ്മം നിരീക്ഷിക്കും. മെയ് 27 ഫ്രാൻസിന്റെ CPI കണക്കുകളും നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ചേക്കും. തുടർന്ന് മെയ് 28 ഫ്രാൻസിന്റെ GDP ഡാറ്റകൾ കൂടി എത്തുന്നതോടെ ഫ്രാൻസിന്റെ വളർച്ചയെക്കുറിച്ചും പണപ്പെരുപ്പത്തിന്റെ ഗതിയെ സംബന്ധിച്ചും വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് ലഭ്യമാകും. കൂടാതെ അന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ജർമ്മനിയുടെ തൊഴിലില്ലായ്മ കണക്കുകളും ഒപ്പം മെയ് 30 എത്തുന്ന ജർമ്മനിയുടെ CPI റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളോടെ ജർമ്മനിയുടെ സമീപ ഭാവിയും നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പലിശ നിരക്ക് കുറച്ചതും സമ്മിശ്രമായ ഡാറ്റകളുമായിരുന്നു സൂചികകളുടെ ഗതിയെ നിർണയിച്ചത്. അടുത്തയാഴ്ചയിൽ മെയ് 27 ജപ്പാന്റെ കോർ CPI കണക്കുകൾ എത്തുന്നത്. തുടർന്ന് മെയ് 29 ജപ്പാന്റെ വ്യാവസായിക ഉൽപാദന ഡാറ്റയും പുറത്തുവരും. വ്യാവസായിക ഉൽപാദനം -1.4% കുറയുമെന്നാണ് അനലിസ്റ്റുകളുടെ അനുമാനം. തുടർന്ന് മെയ് 30 ചൈനയുടെ നിർമ്മാണ ഇതര കോമ്പസൈറ്റ് PMI കണക്കുകളും
അറിയാൻ സാധിക്കും. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം ഇടിവാണ് കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.54% ഇടിവിൽ ബാരലിന് $64.34 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.53% ഇടിവിൽ ബാരലിന് $61.37 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ ക്രൂഡിൽ ഇടിവാണ് കണ്ടതെങ്കിലും ആഴ്ചയുടെ അവസാന ദിനത്തിൽ വിലയിൽ അല്പം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റ് ആക്രമിക്കുമെന്നുള്ള ഇസ്രയേൽ പരാമർശവും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരം ഇറാൻ തടയും എന്ന ഭയവുമാണ് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $63.3 തുടർന്ന് $63.71 അപ്സൈഡിലേക്ക് വരുമ്പോൾ $65.14 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $65.73 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. സെൻട്രൽ പിവറ്റ് റേഞ്ച് അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $61.31 തുടർന്ന് $60.71 $59.84 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $62.18 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $62.78 തുടർന്ന് $63.65 ലെവലുകളും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 4.86% ഉയർന്ന് ട്രോയ് ഔൺസിന് $3357.51 വ്യാപാരം അവസാനിപ്പിച്ചത്. യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ ചുമത്തുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കമന്റാണ് സ്വർണ്ണവിലയിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3348 തുടർന്ന് $3300 അപ്സൈഡിലേക്ക് വരുമ്പോൾ $3386 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 3430 റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കാം. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 0.47% ഇടിവോടെ $85.15 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. $85.74 വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $85.93 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85.08 രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കാം. തുടർന്ന് 84.89 ലെവലും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. തുടർച്ചയായി 4 ആഴ്ചകളിൽ വാങ്ങൽ രേഖപ്പെടുത്തിയ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പോയ വാരം അറ്റ വിൽപ്പനയാണ് നടത്തിയത്. FIIകൾ 11,591 കോടിയുടെ വിൽപ്പന രേഖപ്പെടുത്തി. തുടർച്ചയായി 5ാം വാരവും വാങ്ങൽ നടത്തിയ DIIകൾ 11,199 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയത്. മെയ് മാസത്തിൽ FIIകൾ ഇതുവരെ 12,191.61 കോടിയുടെ നിക്ഷേപവും DIIകൾ 34,497.56 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. പോയ വാരം മെയ് 20 ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് മാർച്ചിലെ 4.6% നിന്ന് ഏപ്രിലിൽ 0.5% രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് മെയ് 22 S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസസ് PMI ഡാറ്റയും എത്തി. മെയ്യിൽ മാനുഫാക്ചറിംഗ് PMI 58.3 റിപ്പോർട്ട് ചെയ്തത്. മാർച്ചിലെ 58.2 നിന്നും 58 റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു അനുമാനങ്ങൾ. ഇതേ കാലയളവിലെ സർവീസസ് PMI 61.2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന വാരം മെയ് 28 ഏപ്രിലിലെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റയും ലഭ്യമാകും. മാർച്ചിലെ 3% തന്നെ ഏപ്രിലിലും തുടർന്നേക്കാമെന്നാണ് അനുമാനങ്ങൾ. അന്ന് തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും വരുന്നുണ്ട്. തുടർന്ന് ആഴ്ചയിലെ അവസാന ദിനം രാജ്യത്തെ 4ാം പാദ GDP കണക്കുകൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി മാർച്ച് പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേരിയ കുതിപ്പ് രേഖപ്പെടുത്തുമെന്നാണ് അനുമാനങ്ങൾ. GDP വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ 6.8% എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ രേഖപ്പെടുത്തിയത് 5.6%, ഒക്ടോബർ ഡിസംബർ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത് 6.2%. അന്ന് തന്നെ മാർച്ചിലെ ഫെഡറൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കുകളും പ്രഖ്യാപിക്കും. ഒപ്പം പതിവ് പോലെ തന്നെ ഫോറക്സ് ഡേറ്റയും ആഴ്ചയിലെ അവസാന ദിനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും. മെയ് 16 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.9 ബില്യൺ താഴ്ന്ന് $685.7 ബില്യൺ സ്വർണ്ണ ശേഖരത്തിലെ ഇടിവാണ് കരുതൽ ശേഖരം കുറയാൻ പ്രധാന കാരണമായത്. പോയ വാരം സ്വർണ്ണ ശേഖരം $5.1 ബില്യൺ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
കോർപ്പറേറ്റ് തലത്തിൽ പ്രധാന കമ്പനികളായ ഹിൻഡാൽകോ, ONGC, ITC, JSW സ്റ്റീൽ എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു വിപണിയെ സ്വാധീനിച്ചത്. മികച്ച 4ാം പാദഫലമാണ് ഹിൻഡാൽകോ രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ ലാഭം 66.45% ഉയർന്നത്. വരുമാനത്തിൽ 16% ഉയർച്ചയും കമ്പനി നേടിയിട്ടുണ്ട്. ONGCയുടെ റിസൾട്ട് നിരാശപ്പെടുത്തുന്നതായിരുന്നു. ലാഭത്തിൽ 35% ഇടിവും വരുമാനത്തിൽ 1% നേരിയ ഉയർച്ചയും മാത്രമേ കമ്പനിക്ക് ഇത്തവണ രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. ITCയുടെ പാദഫലം മികച്ചതായിരുന്നു. ലാഭത്തിൽ 9.6% ഉയർച്ചയാണ് ഇത്തവണ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റ 2.5% വർദ്ധിച്ച് 5,986.4 കോടി രൂപയായി. ഓഹരി ഒന്നിന് 7.85 എന്ന നിലവാരത്തിൽ ലാഭവിഹിതവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. JSW സ്റ്റീലിന്റെ പ്രോഫിറ്റിൽ 13.5% ഉയർച്ചയാണ് ഇത്തവണ കണ്ടത്. കമ്പനിയുടെ റവന്യൂവിൽ 3% കുറവും കാണാനിടയായി. വരുന്ന വാരത്തിൽ നിർണായകമായ ഒരുപിടി കമ്പനികളുടെ ഏർണിംഗ് നമ്പേഴ്സാണ് വിപണി ശ്രദ്ധ ആകർഷിക്കുക. 26-ാം തീയതി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഓറോബിന്ദോ ഫാർമ, KEC ഇന്റർനാഷണൽ എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. US-ലെ പുതിയ ലോഞ്ചുകൾ കാരണമുണ്ടാകുന്ന വരുമാന വളർച്ചയിലൂടെ ഓറോബിന്ദോ ഫാർമ സ്റ്റേബിൾ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ഇൻജെക്ടബിൾ ബിസിനസിന്റെ വീണ്ടെടുക്കലും വളർച്ചയെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4ാം പാദത്തിൽ വലിയ നേട്ടങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും കമ്പനിയുടെ ലോങ് ടേം റിക്കവറി മാർക്കറ്റിലെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻജെക്ടബിൾസിലും US ജനറിക് വിഭാഗത്തിലും. 27-ാം തീയതി റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികളിൽ പ്രമുഖർ LIC, ഭാരത് ഡൈനാമിക്സ്, NMDC, ഹിന്ദുസ്ഥാൻ കോപ്പർ, NMDC സ്റ്റീൽ തുടങ്ങിയ കമ്പനികളാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അയൺ നിർമ്മാതാക്കളായ NMDC റെക്കോർഡ് സെയിൽസ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വിപണി ഒരു പോസിറ്റീവായ റിസൾട്ടുകളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. 28-ാം തീയതി പാദഫലങ്ങളുമായി എത്തുന്ന കമ്പനികൾ കമിൻസ് ഇന്ത്യ, IRCTC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാറ്റ്കോ ഫാർമ, ഗ്രാന്യൂൾസ് ഇന്ത്യ എന്നിവയാണ്. ആക്സിസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 4ാം പാദത്തിൽ ശക്തമായ വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. സെയിൽസ് 12% വാർഷിക വളർച്ചയോടെ 4.9 മെട്രിക് ടണ്ണായി ഉയരും എന്ന പ്രതീക്ഷയാണ് ഇതിന് പ്രധാന കാരണം. കോക്കിംഗ് കൽക്കരി ചെലവ് കുറയുന്നതും ഉയർന്ന വിൽപ്പനാ സാധ്യതയും കാരണം എബിറ്റ മാർജിനുകൾ പ്രതിവർഷം 70% കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ആക്സിസ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നുണ്ട്. 29-ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ബജാജ് ഓട്ടോ, സുസ്ലോൺ എനർജി, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്നിവയാണ്. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നീ കമ്പനികളാണ് 30-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ മുൻപന്തിയിലുള്ളത്. അദാനി ഗ്രൂപ്പിന്റെ ഹെൽത്ത് കെയർ മേഖലയിലേക്കുള്ള കടന്നുവരവ് അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന പാദങ്ങളിൽ അല്പം സമ്മർദ്ദം ചെലുത്തിയേക്കാമെന്നാണ് പൊതുവെ വിപണി വിലയിരുത്തുന്നത്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് ഏജീസ് ലോജിസ്റ്റിക്സിന്റെ സബ്സിഡറിയായ ഏജീസ് വോപാക് ടെർമിനൽസ് ആണ്. 2013-ൽ സ്ഥാപിതമായ കമ്പനി LPG ആൻഡ് ലിക്വിഡ് സ്റ്റോറേജ് ടെർമിനൽ ഓപ്പറേഷൻസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നതാകട്ടെ 2800 കോടി രൂപയും. മെയ് 26-ന് ഓപ്പൺ ആകുന്ന IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് മെയ് 28-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 223 രൂപ മുതൽ 235 രൂപ വരെയാണ്. ജൂൺ 2-നാണ് കമ്പനിയുടെ ലിസ്റ്റിംഗ്. ലീല ഹോട്ടൽസ് IPO ആയ സ്കോളേഴ്സ് ബാംഗ്ലൂർ ആണ് മറ്റൊരു കമ്പനി. 2019-ൽ സ്ഥാപിതമായ കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 3500 കോടി രൂപയാണ്. മെയ് 26-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 28-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് 413 രൂപ മുതൽ 435 രൂപ വരെ. ഒപ്പം ജൂൺ 2-ന് കമ്പനി ലിസ്റ്റിംഗും നടക്കും. IPO മാർക്കറ്റിൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന മറ്റൊരു കമ്പനി പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് ആണ്. 2008-ൽ സ്ഥാപിതമായ കമ്പനി പവർ സൊല്യൂഷൻസ് പ്രോഡക്ട്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 168 കോടി രൂപയാണ് കമ്പനി ഇതിലൂടെ സമാഹരിക്കുക. മെയ് 27-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 29-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് 95 രൂപ മുതൽ 105 രൂപ വരെ. ജൂൺ 3-ന് കമ്പനി ലിസ്റ്റിംഗ് നടക്കുകയും ചെയ്യും. സ്കോഡ ട്യൂബ്സ് ആണ് മറ്റൊരു കമ്പനി. 2008-ൽ സ്ഥാപിതമായ കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ്സ് ആൻഡ് പൈപ്പ് മാനുഫാക്ചറിംഗിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 220 കോടി രൂപയാണ് ഇതിലൂടെ കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. മെയ് 28-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക 30-ാം തീയതിയാണ്.
പ്രൈസ് ബാൻഡ് 130 രൂപ മുതൽ 140 രൂപ വരെ. ജൂൺ 4-ന് കമ്പനി ലിസ്റ്റിംഗും നടക്കും. അടുത്തയാഴ്ച ഇതിനു പുറമെ 2 കമ്പനികളുടെ ലിസ്റ്റിംഗ് ആണുള്ളത്. മെയ് 27-ന് ബൊറാന വീവ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2020-ൽ സ്ഥാപിതമായ കമ്പനി അൺബ്ലീച്ച്ഡ് സിന്തറ്റിക് ഗ്രേ ഫാബ്രിക് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇഷ്യൂയിലൂടെ 144.89 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. 2150 കോടി രൂപ സമാഹരിച്ച ബെൽറൈസ് ഇൻഡസ്ട്രീസ് ഓഹരികൾ മെയ് 28-ന് വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും. മാർക്കറ്റിൽ റീസെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗിന് ശേഷം ബുൾസിന് വളരെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിച്ചു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ടെക്നിക്കലി നിഫ്റ്റി 5-ഡേ 10-ഡേ EMAകൾ റീക്ലെയിം ചെയ്തെന്നും RSI 60 എന്ന ലെവലിലേക്ക് നീങ്ങിയെന്നും ഇതൊരു ബൈങ് നടക്കുന്നതിന്റെ സൂചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡെയിലി ബേസിസിൽ സൂചിക ചെറിയ അപ്പർ വിക്കുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 1% നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരുന്നു. ഈ മാർക്കറ്റ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയിൽ നിലവിൽ ഒരു മൈനർ പുൾ ബാക്ക് അല്ലെങ്കിൽ റീട്രേസ്മെന്റ് സ്റ്റേജ് ആണെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. എങ്കിലും ഡെയിലി ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് മൊമെന്റം ഇൻടാക്ട് ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സൂചികയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 25,100 മുതൽ 25,200 എന്ന റേഞ്ചും സപ്പോർട്ടായി 24,615 പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെക്നിക്കലി റൈസിംഗ് മാർക്കറ്റിൽ 20 EMA ഒരു സപ്പോർട്ട് ലെവൽ എന്നതിലുപരി ഒരു സ്പ്രിംഗ് ബോർഡ് ആണെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഈ പോയിന്റിൽ നിന്നും ഇനിയും ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാമെന്ന് അവർ സൂചിപ്പിക്കുന്നു. കൂടാതെ ഈ പുൾ ബാക്ക് അനിവാര്യമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒപ്പം ചാർട്ട് ഡാറ്റ പ്രകാരം സൂചിക അപ്സൈഡ് എടുക്കാൻ വെൽ പൊസിഷൻഡ് ആണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ലെവലുകളുടെ കേസിൽ 24,950 മുതൽ 25,000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയും ഡൗൺ സൈഡിൽ 24,550 മുതൽ 24,500 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അവർ പറയുന്നു. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായേക്കാമെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ സൂചിപ്പിക്കുന്നത്. നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും അതിന്റെ കൺസോളിഡേഷൻ സ്റ്റേജിലാണെന്നാണ് കോട്ടക് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് അമോൽ അഥവാല പറയുന്നത്. എങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി 0.83% നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് പോസിറ്റീവ് സിഗ്നൽ ആണെന്നും അദ്ദേഹം പറയുന്നു. 55,700 മുതൽ 55,900 എന്ന റേഞ്ച് കീ റെസിസ്റ്റൻസ് ആയിരിക്കുമെന്നും 54,575 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. വരുന്ന വാരത്തിൽ അവസാനഘട്ട പാദഫലങ്ങളും GDP കണക്കുകൾക്കും ഉപരിയായി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിന്മേലുള്ള തുടർ നടപടികളായിരിക്കും വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കുക. മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.